ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇമെയിൽ മാർക്കറ്റിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ജിമെയിൽ ഉപയോഗിച്ചുകൊണ്ട് പേഴ്സണലൈസ് ചെയ്ത ഇമെയിൽ ബൾക്കായിട്ട് അയക്കാൻ നോക്കാം. ബൾക്കായിട്ട് ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗൂഗിൾ ഷീറ്റിൽ കോൺടാക്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 3 കോളംസ് ആണുള്ളത്: നെയിം, ഇമെയിൽ, കമ്പനി. അപ്പോൾ ഇതുപോലെ ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ഈസിയാണ്. ഗൂഗിളിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ്സ് ക്ലിക്ക് ചെയ്താൽ മതി. എക്സൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഗൂഗിൾ ഷീറ്റും. അതിലൊരു ബ്ലാങ്ക് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട് ഇൻഫോർമേഷൻസ് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ കൊമേഴ്സ് പ്രോജക്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കോൺടാക്ട് ലിസ്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫീൽഡുകളാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 3 ഫീൽഡ്സാണ് ഉപയോഗിക്കുന്നുള്ളൂ: നെയിം, ഇമെയിൽ, കമ്പനി. ഇനി എങ്ങനെയാണ് ഈ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും പേഴ്സണലൈസ് ചെയ്തൊരു ഇമെയിൽ സെൻഡ് ചെയ്യാൻ നോക്കാം. പേഴ്സണലൈസ് ചെയ്ത ഇമെയിൽ എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്, എക്സാമ്പിൾ ഈ ഒരു ഇമെയിലിൽ ഹായ് ജോൺ, ഐ ഹാവ് സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ, ടേക്ക് എ ലുക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് മൈ കോണ്ടന്റ് എന്ന് പറഞ്ഞൊരു ഇമെയിലൊക്കെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഇമെയിൽ ഇപ്പോൾ ജോണിൻ്റെ ഇമെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോൺ മാത്രമാണ് ഹായ് ജോൺ എന്ന് പറഞ്ഞ് പോകാൻ പറ്റുക. ഈ നെയിം ഇവിടെ ചേഞ്ച് ആവില്ല. അല്ലെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഒരാളുടെ കമ്പനി നെയിം മെൻഷൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് പേഴ്സണലൈസ് ചെയ്ത ഇമെയിൽ എന്ന് പറയുന്നത്. സോ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് ഒരു യൂസറിന് ഇമെയിൽ റിസീവ് ചെയ്യുമ്പോൾ അത് അവർക്ക് വേണ്ടി അയച്ചിരിക്കുന്ന പോലെ തോന്നണം. സോ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യണം. ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഡ് ഓൺസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് ആഡ് ഓൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വരും. ആ പോപ്പപ്പിനുള്ളിൽ യെറ്റ് അനദർ മെയിൽ മെർജ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ഒരു ആഡ് ഓൺ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് വണ്ടാണ് യെറ്റ് അനദർ മെയിൽ മെർജ്. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഒരുപാട് ടൂൾസുകളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ടൂളാണ്. ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അതിനായിട്ട് നമ്മുടെ ഇമെയിലിൻ്റെ ആക്സസ് കൊടുക്കുകയാണ്. പെർമിഷൻസ് എല്ലാം നമ്മൾ അലോ ചെയ്തു. ഇൻസ്റ്റാൾ ആയെന്ന് പറഞ്ഞൊരു സക്സസ് മെസ്സേജ് വന്നു. ഡൺ ക്ലിക്ക് ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ഓൺസ് ക്ലിക്ക് ചെയ്യാം. അതിൽ കാണാം യെറ്റ് അനദർ മെയിൽ മെർജ്. അതിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ മെർജിൻ്റെ ടൂൾ ഓപ്പൺ ആയി വരും. ഇപ്പോൾ വർക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ഫ്യൂ സെക്കൻഡ്സ് ടൈം എടുത്ത് വരും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് 2 ഫീൽഡ്സ് കാണാൻ പറ്റും. അതിൽ സെൻഡർ നെയിം, അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് ഇമെയിൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ജിമെയിലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡ്രാഫ്റ്റ് ടെംപ്ലേറ്റ്സുകളായിരിക്കും ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ജിമെയിലിൽ ഞാനിവിടെ ഒരു ഇമെയിൽ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് അത് ഡ്രാഫ്റ്റിലേക്ക് ആയിരിക്കും പോവുക. ഡ്രാഫ്റ്റിൽ നിങ്ങൾക്ക് കാണാം നോ സബ്ജക്റ്റും ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന 2 ഇമെയിൽസ് ഉണ്ട്. ഞാനിത് റിമൂവ് ചെയ്ത് കളയാണ്. ഇൻവിറ്റേഷൻ മാത്രമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ മാത്രമാണ് ഡ്രാഫ്റ്റിൽ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഇമെയിൽ കമ്പോസ് ചെയ്യുക. ഈ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് നമ്മൾ സാധാരണ ഇമെയിൽ റൈറ്റ് ചെയ്യുന്ന പോലെ ഒരൊറ്റ പേഴ്സണിന് വേണ്ടി മാത്രം റൈറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. അതിൽ ഹായ് ജോൺ എന്ന പേരിലാണ് അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് ഈ ഇമെയിൽ ലിസ്റ്റിലുള്ള ഓരോരുത്തരുടെ പേരിൽ വേണം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ ഇമെയിൽ പോകാനായിട്ട്. 2 അഡ്രസ്സിൻ്റെ ഉള്ള ഓരോ ഇമെയിൽസ് ആയിരിക്കണം പോകേണ്ടത്. സോ യെറ്റ് അനദർ മെയിൽ മെർജ് എന്ന് പറഞ്ഞ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇമെയിൽ കോൺഫിഗർ ചെയ്യുമ്പോൾ, ഡ്രാഫ്റ്റിൽ റൈറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യണം നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ഒരു ലിസ്റ്റിൻ്റെ ഹെഡറാണ് നെയിം എന്നുള്ളതാണ് ഇതിൻ്റെ ഹെഡർ. നെയിം എന്ന് പറഞ്ഞ വാല്യൂ ജോൺ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഡബിൾ കേളി ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ നെയിം എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇമെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നെയിമും ഇവിടെ റീപ്ലേസ് ആവും. ഇതിൻ്റെ സബ്ജക്റ്റ് ഇൻവിറ്റേഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ജോയിൻ്റെ ഉള്ളിൽ ഞാനൊന്നും എൻ്റർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഞാനൊരു ടെസ്റ്റ് ഇമെയിൽ സെൻഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആഡ് ഓൺസിലേക്ക് വീണ്ടും പോകാം. യെറ്റ് അനദർ മെയിൽ മെർജ് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് മെയിൽ മെർജ് ക്ലിക്ക് ചെയ്യാം. ഈ പോപ്പപ്പിനുള്ള സെൻഡർ നെയിമാണ് ആദ്യം കൊടുക്കേണ്ടത്. നിങ്ങളുടെ കമ്പനിയായിട്ട് ഇമെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി നെയിം കൊടുക്കുക. ഞാൻ തൽക്കാലം എൻ്റെ പേര് കൊടുക്കുന്നു. അപ്പോൾ അതിനുള്ള ഇമെയിൽ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാണ്. ഞാൻ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ ഇമെയിലാണ് ഡ്രാഫ്റ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇമെയിലിൻ്റെ ടൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇനി ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തോ ഓപ്പൺ ചെയ്തോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ഇമെയിൽ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനുണ്ട്. നിശ്ചിത ഒരു സമയത്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫോൾട്ടായിട്ട് 50 ഇമെയിൽസാണ് നമുക്ക് ഒരൊറ്റ ദിവസം സെൻഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ് ടു 1500 ഇമെയിൽസ് വരെ ജിമെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയും ബൾക്കായിട്ട് 10,000 കണക്കിന് ഇമെയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് വേറെ ടൂൾസുകളുണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെസ്റ്റ് ഇമെയിൽ സെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്തൊക്കെ കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ഒരു ടെസ്റ്റ് ഇമെയിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓൺ ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ വരും. അപ്പോൾ നമുക്ക് നോക്കാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് സിബിൻ എന്ന പേരിൽ ഒരു ഇമെയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇൻവിറ്റേഷൻ. ഓക്കെ, ഇനി ഞാൻ ഇതിന് പകരം സെൻഡ് 21 ഇമെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവർക്കുമായിട്ട് ഇമെയിൽ ഷൂട്ടാവും. അങ്ങനെ 21 കോൺടാക്ട്സിനും ഇമെയിൽ സെൻഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടാബ് ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് പുതിയൊരു ടാബ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിൽ മെർജിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ ഈ ഒരു ഇമെയിൽ തെറ്റാണ്, അപ്പോൾ അത് ബൗൺസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇമെയിൽസ് എല്ലാം സെൻഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലാണ് കിടക്കുന്നത്.
ഇനി ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇമെയിൽ ഓപ്പൺഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് നമുക്കിവിടെ അറിയാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് അറിയാൻ പറ്റും. സോ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു എക്സാമ്പിളിനുള്ളിൽ ഞാൻ നെയിം എന്ന് പറയുന്ന ഫീൽഡ് മാത്രമാണ് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ പ്രൊമോഷണൽ ഇമെയിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് നെയിമോ അല്ലെങ്കിൽ കമ്പനി നെയിമോ നിങ്ങളുടെ എന്ത് ഫീൽഡും അത് ഡൈനാമിക്കായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരാം. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ഷീറ്റിൻ്റെ ഉള്ളിൽ നെയിം ഇമെയിൽ പോലെ തന്നെ കമ്പനി എന്നൊരു കോളമായിട്ട് സെറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വാല്യൂ ആണെങ്കിലും ഒരു കോളംസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ ഇപ്പോൾ ഞാൻ നെയിമാണ് സെറ്റ് ചെയ്ത്, അതേപോലെ ഏത് വാല്യൂ ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ ഷീറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ കോളംസിൻ്റെ ടൈറ്റിൽ ഹെഡർ നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ ഇപ്പോൾ സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡബിൾ കേളി ബ്രാക്കറ്റിനുള്ളിൽ സിറ്റി എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നു. അതേപോലെ നിങ്ങളുടെ എന്താണെങ്കിലും ഓഫേഴ്സോ എന്താണെങ്കിലും ഇതേപോലെ നിങ്ങളുടെ ഇമെയിൽ റൈറ്റ് ചെയ്തിട്ട് ഡൈനാമിക്കായിട്ട് വരേണ്ട വാല്യൂസ് ഡബിൾ കേളി ബ്രാക്കറ്റിനുള്ളിൽ സെറ്റ് ചെയ്തിട്ട് ആ കോളംസിൻ്റെ ഹെഡർ കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു വളരെ സിമ്പിളായിട്ടൊരു ടെക്സ്റ്റ് ഇമെയിലാണ്. ഇതിന് വരെ നിങ്ങൾക്ക് ഫുൾ ഗ്രാഫിക്സിൽ നല്ലൊരു ഇമെയിൽ കമ്പോസ് ചെയ്യാവുന്നതാണ് പ്രൊമോഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. എന്നിട്ടും ഇതേപോലെ തന്നെ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാവുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇമെയിൽ പ്രൊഫഷണലായിട്ട് ഡിസൈൻ ചെയ്ത് തൗസൻഡ്സ് ഓഫ് കോൺടാക്ട്സിൽ ഒരുമിച്ച് സെൻഡ് ചെയ്യുന്ന ടൂൾസുകളും കാര്യങ്ങളും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം.